ഹായ് കൂട്ടുകാരെ, കുട്ടികൾക്ക് പ്രോബ്ലമായ 5 കാർട്ടൂൺസും TV ഷോസിനെയും പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ സാധാരണമായി കാണുന്ന ഈ കാർട്ടൂൺസ് കൊണ്ട് ഒരുപാട് കുട്ടികൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മിക്കി മൗസ് കാർട്ടൂൺ 1928 നിന്ന് ഇപ്പോൾ വരെയും 97 വർഷത്തിന് മുകളിൽ സക്സസ്ഫുൾ ആയി റണ്ണായിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂണാണ്. അത്രയധികം കുട്ടികൾ ഈ കാർട്ടൂണെ ഇഷ്ടപ്പെടുന്നു. ഈ കാർട്ടൂണിൽ എപ്പോഴും മിക്കി മൗസ് ഒരു പ്രോബ്ലമിൽ കുടുങ്ങിയിട്ട് ആ പ്രോബ്ലമിൽ നിന്ന് സക്സസ്ഫുൾ ആയി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. 1933 റിലീസായ ദ മാഡ് ഡോക്ടർ എന്ന എപ്പിസോഡിൽ മിക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ പ്രേതത്തിന്റെ വേഷത്തിൽ വന്ന് മിക്കിയുടെ പ്ലൂട്ടോ ഡോഗിനെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ഈ ഡോഗിനെ കൊണ്ടുപോയി ഈ ഡോഗിന്റെ തല കട്ട് ചെയ്ത് കോഴിയുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് ആ കോഴിയെ മുട്ടയെടുപ്പിച്ച് ആ മുട്ടയിൽ നിന്ന് ഒരു ഡോഗിനെ വരുത്തുന്നു. അങ്ങനത്തെ ഒരു മണ്ടത്തര എക്സ്പെരിമെന്റ് ചെയ്യും. കുട്ടികൾ കാണുന്ന കാർട്ടൂണിൽ ഡോഗ് തലയെ കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ വിഷയമൊക്കെ കാണിച്ചിരിക്കുന്നു. ആ ടൈമിൽ ഈ കാർട്ടൂൺ തിയേറ്ററിൽ റിലീസായി. കുട്ടികളുമായി തിയേറ്ററിൽ പോയി ഈ കാർട്ടൂൺ കണ്ട പാരന്റ്സ് കുട്ടികൾക്ക് തെറ്റായ കാര്യമാണ് ടീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തു തുടങ്ങിയതും ഡിസ്നി ഈ കാർട്ടൂണിനെ ബാൻ ചെയ്തിരിക്കുന്നു. അടുത്തത് പോക്കിമാൻ. 1997 നിന്ന് ഇന്ന് വരെയും പോക്കിമാൻ എന്ന കാർട്ടൂണിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. കുട്ടിക്കാലം തൊട്ട് ഈ കാർട്ടൂൺ കണ്ടു തുടങ്ങിയവർ വളർന്നതിനു ശേഷം ഈ കാർട്ടൂൺ കാണുന്നുണ്ട്. ഇതിൽ ഇലക്ട്രിക് സോൾജർ പോറിഗൺ എന്ന എപ്പിസോഡിൽ എനിമീസിനെ ഇല്ലാതാക്കാൻ ഈ കണ്ടന്റിൽ വരുന്ന പീക്കാച്ചു എന്ന ക്യാരക്ടർ ഇലക്ട്രിക് പവർ റിലീസ് ചെയ്യുന്ന പോലെ കാണിക്കുന്നു. ഇതിന് ഒരുപാട് ലൈറ്റ്നിങ് എഫക്റ്റും ഒരുപാട് ഹെവിയായ സൗണ്ടും കൊടുത്തതുകൊണ്ട് ടിവിയിൽ കണ്ട ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് വന്ന സൗണ്ട് കൊണ്ട് ഭയങ്കരമായി പേടിച്ചു പാനിക്കായി മയങ്ങി വീണു. ജപ്പാനിൽ ഒരേ ദിവസം കൊണ്ട് ഈ കാർട്ടൂൺ കാരണം 685 കുട്ടികളാണ് ഈ എപ്പിസോഡ് കണ്ട് മയങ്ങി വീഴുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ സംഭവത്തിന് ജപ്പാനിൽ പോക്കിമോൺ ഷോക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം കാർട്ടൂണുകളിൽ ഒരുപാട് വെളിച്ചം കാണിക്കുന്നതും ഭയപ്പെടുന്ന സംഭവം കാണിക്കുന്നതും ഒന്നും വയ്ക്കാൻ പാടില്ലെന്ന് ജപ്പാൻ ഗവൺമെന്റ് ഒരു പുതിയ റൂൾസ് കൊണ്ടുവന്ന് ഈ പോക്കിമോൻ എപ്പിസോഡിനെയും ബാൻ ചെയ്തു. ഇത് മാത്രമല്ലാതെ ഒരുപാട് കുട്ടികൾ ബാധിക്കപ്പെട്ട TV ഷോ എപ്പിസോഡെന്ന് ഇതിന് മോശമായ ഗിന്നസ് വേൾഡ് റെക്കോർഡും കൊടുത്തു. അടുത്തത് ബീവീസ് ആൻഡ് ബട്ട്ഹെഡ്. ഇതിൽ 2 ടീനേജേഴ്സ് ചേർന്ന് കുട്ടികൾ കാണിക്കുന്നത് പോലെ മണ്ടത്തരമൊക്കെ കാണിക്കും. 1993 റിലീസായ ഇൻ കോമഡിയൻസ് എന്ന എപ്പിസോഡിൽ അവർ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കണ്ടിട്ട് ഇരുവരും ആ കോമഡി ഷോയിൽ പോയി കോമഡി ചെയ്യാൻ ശ്രമിക്കും. അവർ ചെയ്യുന്ന കോമഡി ആരും ചിരിക്കാത്തത് കൊണ്ട് സിഗരറ്റ് ലൈറ്റർ എടുത്ത് ആ സ്ഥലം കത്തിച്ചു വിടും. ഈ എപ്പിസോഡിൽ മൊത്തവും അവർക്ക് എപ്പോ ദേഷ്യം വന്നാലും സിഗരറ്റ് ലൈറ്റർ എടുത്ത് ആ സ്ഥലം കത്തിക്കും. ഈ കാർട്ടൂൺ കണ്ടിട്ട് ഫ്ലോറിഡയിൽ ഒരു 5 വയസ്സുകുട്ടി ചേച്ചിയുമായി ഉണ്ടായ വഴക്കിൽ അവരുടെ വീട് കത്തിച്ചു. ഈ കാർട്ടൂൺ കണ്ടിട്ടാണ് എന്റെ കുട്ടി വീടിന് തീ വെച്ചതെന്ന് അവന്റെ അമ്മ കൊടുത്ത ന്യൂസ് ഭയങ്കര വൈറലായതിനു ശേഷമാണ് ഈ എപ്പിസോഡിനെ ബാൻ ചെയ്തത്. അടുത്തത് ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാണാത്തതായിട്ട് ആരുമില്ലായിരിക്കും. 1940 ടോം ആൻഡ് ജെറി റിലീസായത്. അത് തൊട്ട് ഇപ്പോൾ വരെയും 85 വർഷത്തിന് മുകളിൽ കുട്ടികളും വലിയവരും ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാർട്ടൂണിൽ ബ്ലൂ കാറ്റ് ബ്ലൂസ് എന്ന എപ്പിസോഡിൽ ടോം ഒരു പെൺപൂച്ചയെ സ്നേഹിക്കുന്നു. ആ പൂച്ചയ്ക്ക് വേണ്ടി ഇതിന്റെ സേവിങ്സ് എല്ലാം ചിലവാക്കി ആ പൂച്ചയെ ലവ് ചെയ്യുന്ന പോലെ ആദ്യം കാണിക്കും. പക്ഷേ അത് വേറൊരു പണക്കാരൻ പൂച്ചയുടെ കൂടെ പോയി. അങ്ങനെ ലവ് ഫെയിലിയറായി. ടോം തനിയെ വിഷമിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ റെയിൽവേ ട്രാക്കിൽ ഇരിക്കും. ഇതുപോലെ ജെറിയും ലവ് ഫെയിലിയറായി റെയിൽവേ ട്രാക്കിൽ ടോമിന്റെ അടുത്ത് വന്നിരിക്കും. ഈ എപ്പിസോഡ് കണ്ട ഒരുപാട് പാരന്റ്സ് ഇത് തെറ്റായ കാര്യമാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഈ എപ്പിസോഡിനെ ബാൻ ചെയ്യാൻ പറഞ്ഞ് കോർട്ടിൽ കേസ് കൊടുത്തു. അടുത്തത് സിംസൺസ് എന്ന കാർട്ടൂൺ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ എല്ലാവരും കാണുന്നതാണ്. കാരണം ഈ കാർട്ടൂണിൽ തമാശയ്ക്ക് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഒറിജിനലായി നടന്നിരിക്കുന്നു. ഈ കാർട്ടൂണിൽ നൈറ്റ്മെയർ കഫ്റ്റീരിയ എന്ന എപ്പിസോഡിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന പ്രിൻസിപ്പൽ ആ സ്കൂളിലെ കുട്ടികളെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കാണിക്കും. അത് ആ പ്രിൻസിപ്പൽ മാത്രം കഴിക്കാതെ ആ സ്കൂളിലെ എല്ലാരെയും കഴിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ക്രൂരമായാണ് ഇരിക്കുന്നതല്ലേ. അതിലും ഇത് കഴിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഈ ഫുഡ് ടേസ്റ്റി ആക്കുന്ന രീതിയിൽ ഭയങ്കര ക്രൂരമായി കാണിച്ചിരിക്കുന്നു. ഇതിൽ കുട്ടികളെ കൊല്ലുന്നതും കട്ട് ചെയ്യുന്നതുമൊക്കെ കാണിച്ച് വലിയവർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കാണിച്ചിരിക്കുന്നു. എല്ലാം മോശമായ കാര്യങ്ങൾ കാണിച്ചിട്ട് അവസാനം എല്ലാം ഡ്രീമാണെന്ന രീതിയിൽ കാണിച്ചു തീർക്കും. ഈ കാർട്ടൂണിൽ അത്രയും മോശമായ വിഷയങ്ങൾ കാണിച്ചത് കൊണ്ട് ഈ എപ്പിസോഡ് മൊത്തമായും ബാൻ ചെയ്തു. ഓക്കെ വ്യൂവേഴ്സ്, കാർട്ടൂൺസ് ഒക്കെ സാധാരണ ബൊമ്മ ഫിലിം എന്ന് വിചാരിക്കരുത്. അത് കുഞ്ഞുങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ക്യാരക്ടറിയെ മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂൺസിന്റെ കഥകൾ നിങ്ങളും അറിഞ്ഞിട്ട് കുറച്ചു നേരം മാത്രം കാർട്ടൂൺസ് കാണാൻ അലോ ചെയ്യൂ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു അഡീഷണൽ ക്ലിപ്പ്